പറഞ്ഞു അന്ന് ഇവിടെ വിളിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, Miss. Good afternoon, Miss. Good afternoon, teacher. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ചാപ്റ്റർ തീർത്തു അല്ലേ? ഇതായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ എടുത്തിരുന്നേ? സമുദ്രവും മനുഷ്യനും. അതില് ഞാൻ ഒരു നോട്ടും കൂടി തരാന്ന് പറഞ്ഞിരുന്നു, അത് തന്നേക്കാട്ടോ. അതായത് ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും തമ്മിൽ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് കുറെ പ്രവാഹങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് വേർതിരിച്ചൊരു പട്ടികയായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേബിളിലാക്കിയിട്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാട്ടോ. മ്യൂട്ട് ചെയ്യാൻ പറയോ? ഒന്ന് മ്യൂട്ട് ചെയ്യോ ധന്യ? അല്ല ജിഷ. ആരാ? ധന്യയുടെ ധന്യ അല്ലല്ലേ? ജിഷ എന്ന് പറയുന്ന ആള്. ജിഷ ജിഷ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഇവിടെ ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ സുരക്ഷിതമായ നാളേക്കെന്നാണ് കേട്ടോ അടുത്ത ചാപ്റ്ററിന്റെ പേര്. അപ്പൊ തുടങ്ങാല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിത് മൊത്തം വായിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ബോറടി ആവണമെങ്കിൽ ക്ഷമിക്കുക. കാരണം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് SCRT-ന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ മൊത്തമായിട്ട് വായിക്കുന്നുണ്ട് അല്ല ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു നോവലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു നോവല് ഞാൻ വായിക്കുകയാണ്. എന്തൊരു മഴ സന്ധ്യക്ക് തുടങ്ങി, പുലരും വരെ തുടർന്നു. കാർമേഘങ്ങൾ കൂട്ടത്തോടെ ആകാശത്തു മതിച്ചു നടന്നു. കുന്നുകളുടെയും വൻനിരകളുടെയും മുഖങ്ങൾ കറുത്തു. ബ്രഹ്മഗിരിയുടെ ഉച്ചിയിൽ കാവൽ നിന്നിരുന്ന ഒറ്റപ്പെട്ട വൃക്ഷങ്ങൾ രക്ഷാസാഗരം പൂണ്ടു. കാറ്റിന്റെ ബന്ധനങ്ങൾ പൊട്ടിത്തെറിച്ചു. അവ കാർമേഘങ്ങളെ അടിച്ചുടച്ചു തരിപ്പണമാക്കി. വാരിയെറിയപ്പെട്ട ചരൽ കല്ലുകൾ പോലെ മഞ്ഞുകട്ടകൾ ചിതറിത്തെറിച്ചു. പൂവിട്ടു തുടങ്ങിയിരുന്ന വെള്ളരിയും മത്തനും കുമ്പളവള്ളികളുമെല്ലാം അമ്പേ തകർന്നു. ഇതാണ് വയനാടിന്റെ ഗതി. കായ്കറികളുടെ കഴുത്ത് ഒന്നു നീളുമ്പോഴേക്കും വരും ഒരു മഴ. ആലിപ്പഴം വീണു സർവ്വതും മണ്ണടിയും. അല്ലെങ്കിൽ നശിച്ച കാറ്റ് ഒറ്റ വാഴത്തെ ശേഷിക്കില്ല. വനഹൃദയങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വളക്കൂറുള്ള കറുത്ത പുതുവെള്ളം വളപ്പുകളിലൂടെ വയലുകളിലൂടെ കുത്തിയൊഴുകി താഴെ ബാവലിയിലൂടെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്നു. അപ്പോ ഇത് പി വത്സല എന്ന കഥാകാരിയുടെ നെല്ലെന്ന നോവലിലെ കുറച്ചു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വയനാടൻ പരിസ്ഥിതിയെ കുറിച്ചിട്ടാണ് പി വത്സല ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് അവിടെ അതായത് വയനാടിന്റെ ഒരു പരിസ്ഥിതി, അവിടെ വരുന്ന പ്രകൃതിക്ഷോഭങ്ങള്, അല്ലെങ്കിൽ ഇപ്പൊ ആലിപ്പഴ വീഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യുന്ന ആ ഒരു സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങള്, അവിടെ ഉണ്ടാകുന്ന ദുരന്തമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഈ ഒരു ഒറ്റ പാരാഗ്രാഫ് വായിച്ചാൽ
വെച്ചാല് അവിടുത്തെ ഒരു സ്ഥിതി, അതായത് വയനാടിന്റെ മലയോര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മഴ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് എന്തിൽ വായിച്ചാൽ മനസ്സിലാവും? ഈ ഒരു പാരാഗ്രാഫ് വായിച്ചാലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ വയനാടൻ പരിസ്ഥിതിയെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് നോവലിസ്റ്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞു. അതുകൂടാതെ ഇപ്പൊ പറഞ്ഞത് നെല്ലാണ്. നെല്ലെന്ന് പറഞ്ഞ നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. പി വത്സലയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തറിയാം കൂടുതലായിട്ട് പി വത്സനെ കുറിച്ചിട്ട്? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ പി വത്സലയെ കുറിച്ചിട്ട്? ആർക്കും അറിയില്ല? കഴിഞ്ഞ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതല്ലേ? 2021 എഴുത്തച്ഛൻ പുരസ്കാരം അതെ അതെ അതെ, 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ആര്? പി വത്സല. ഓക്കെ, അപ്പൊ എന്താണ്, അവരുടെ ഒരു നോവലാണ് നെല്ല് എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് നെല്ല്. പിന്നെ 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? പി വത്സലയ്ക്കാണ്. കൂടാതെ ഇവര് കഴിഞ്ഞ വർഷമാണ് ഡെത്ത് ആയത്, മരിച്ചത് കേട്ടോ. അത് ചോദിക്കാം, ആ ഡെത്ത് ആയ ഡേറ്റ് ചോദിക്കാം. അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ ഒരു വനിത ആയതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇവരെന്ത് ചെയ്ത് ഡെത്ത് ആയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡേറ്റ് ചോദിക്കാം. ഡെത്ത് ആയ ഡേറ്റ് അറിയാമോ എന്നാണെന്ന്? നവംബർ 21. 2023 ഇവര് മരിച്ചത് അല്ലെ. 2021 നവംബർ 23 എന്ത് 2023 നവംബർ 21 ഇവര് മരിച്ചു. പി വത്സല മരിച്ചു. ഓക്കെ, ഇനി നെല്ലാണ് നോവൽ എന്ന് പറഞ്ഞു. ഫേമസ് ആയിട്ടുള്ള നോവലാണ് നെല്ല്. അതുകൂടാതെ കുറെ ഉണ്ട്, കൃതികൾ കുറെ ഉണ്ട്. എന്നാലും ഫേമസ് ആയിട്ടുള്ള 3 എണ്ണമാണ് ഉള്ളത്. അതിനകത്ത് ഒന്ന് നെല്ലാണ്. ബാക്കി 2 എണ്ണത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? അറിയാമോ? നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികള് പി വത്സലയുടെ കേട്ടോ. നിഴലുറങ്ങുന്ന വഴികള്. അതുകൂടാതെ കൂമൻ കൊല്ലി അത് പറയുന്ന കൃതി ആരുടെയാണ്? പി വത്സലയുടെ കൃതികളാണ്. അപ്പോ 3 പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത് ഒന്ന് നെല്ലുണ്ട്, പിന്നെ ഒന്ന് കൂമൻ കൊല്ലി, പിന്നെ നിഴലുറങ്ങുന്ന വഴികൾ കേട്ടോ. നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഒന്ന് നെല്ല് നോവലാണ്, പിന്നെ ഒന്ന് കൂമൻ കൊല്ലി, പിന്നെ നിഴലുറങ്ങുന്ന വഴികള്. ഇതാണ് 3 പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇവരുടെ ആത്മകഥ കിളിക്കാലം കേട്ടോ. ഇവരുടെ ആത്മകഥയുടെ പേരാണ് കിളിക്കാലം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ആത്മകഥ കിളിക്കാലം. അത് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. കാരണം അടുത്തായതാണല്ലോ. അപ്പൊ ചിലപ്പോ ചോദിച്ചെന്ന് വരാം. പി വത്സലയുടെ ആത്മകഥയുടെ പേരെന്ത് എന്ന് ചോദിക്കാം. അപ്പോ കിളിക്കാലം. അപ്പോ കുറച്ച് പോയിന്റ്സ് ഞാനിപ്പോ പറഞ്ഞു. എന്തൊക്കെയാ? എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് 2021 പി വത്സല. ഫേമസ് ആയിട്ടുള്ള കൃതി എന്ന് പറയുന്നത് നെല്ലാണ്. അതുകൂടാതെ 2 കൃതികള് കൂമൻ കൊല്ലിയും നിഴലുറങ്ങുന്ന വഴികളുമാണ്. പിന്നെ 2023 നവംബർ 21 മരിച്ചു. അതുകൂടാതെ ആത്മകഥയുടെ പേരാണ് കിളിക്കാലം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പി വത്സലനെ കണ്ടപ്പോ ഒന്ന് നോക്കി വെച്ചിരുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ടോ. വേറെതായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അപ്പൊ ഇനി താഴേക്കുള്ളത് നോക്കാം കേട്ടോ. എന്താ മോളെ? പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2021 കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം, ലിറ്റററി. ഓക്കെ, അടുത്ത വായിക്കാൻ കേട്ടോ. പുതുമണ്ണ് തേടിപ്പോയ മുൻ തലമുറയുടെ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ പറയുന്ന കാസർഗോഡിന്റെ കിഴക്കൻ പ്രദേശങ്ങളായ എല്ലുകൊച്ചി, രാജപുരം, റാണിപുരം, കണ്ണൂരിന്റെ മലമ്പ്രദേശങ്ങളായ ഇരിട്ടി, പേരാവൂർ, ആറളം, ഇടുക്കിയിലെ കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിലൊക്കെ ഏതാണ്ട് ഇതുപോലെ തണുപ്പും കോടമഞ്ഞും പൊതിഞ്ഞു നിൽക്കുന്ന പരിസ്ഥിതിയാണുള്ളത്. തേയില, സുഗന്ധവിളകൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്ന മേഖലയാണ് ഇവിടെ. അപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് പ്രദേശങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അവിടെ എന്താണെന്നാ പറയുന്നേ? ഭയങ്കര അതായത് തണുപ്പും കോടമഞ്ഞും ഉള്ള പ്രദേശങ്ങളാണ്. പിന്നെ എന്താണ്? തേയിലയും സുഗന്ധവിളകളും ഒക്കെ എന്താണ് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന മേഖലയാണ്. ഇതെന്ന് പറയുന്നത് മലയോര മേഖലയാണ്. അത് ഏതൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ടല്ലോ? കാസർഗോഡിന്റെ കിഴക്കൻ പ്രദേശങ്ങളായ എല്ലുകൊച്ചി, രാജപുരം, റാണിപുരം,
കണ്ണൂരിന്റെ മലമ്പ്രദേശങ്ങളായ ഇരിട്ടി, പേരാവൂർ, ആറളം, ഇടുക്കിയിലെ കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല. ഓക്കെ, ഇത്രയും പ്രദേശങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി കാലാവസ്ഥ, ഭൂപ്രകൃതി, മണ്ണ്, കൃഷി, സസ്യജന്തുജാലങ്ങൾ എന്നിവ മാത്രമല്ല മനുഷ്യരും പരിസ്ഥിതിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്? കാലാവസ്ഥയും ഭൂപ്രകൃതിയും മണ്ണും കൃഷിയും സസ്യജന്തുജാലങ്ങളും പിന്നെ എന്താണ് മനുഷ്യരും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി എന്ന് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പരിസ്ഥിതി എന്നാൽ എന്താണെന്ന് വെച്ചാൽ എന്താ? പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് എന്ത്? പരിസ്ഥിതി എന്ന് പറയുന്നത് കേട്ടോ. അന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. ഓക്കെ, ഇനി മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെ ജനജീവിതത്തിൽ പരിസ്ഥിതി എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? അപ്പൊ എന്താണ്? അതായത് നമ്മളിപ്പോ കുറച്ച് സ്ഥലങ്ങളുടെ പേര് പറഞ്ഞല്ലേ, അവിടെ എന്താണ് പ്രത്യേകത? അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നു അല്ലെ. തണുപ്പുള്ള കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. പിന്നെ കൃഷി ചെയ്യാൻ എന്താ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ, കൃഷി ചെയ്യാൻ കഴിയുന്ന വിളകൾ ഏതൊക്കെയെന്ന് നിശ്ചയിക്കുന്നു. അപ്പൊ എന്താണ്? അതായത് അവിടെ എന്താണ് മലയോര പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ധാരാളം സുഗന്ധ വിളകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? അത് തീരുമാനിക്കുന്നു, അങ്ങനെയുള്ള വിളകൾ കൃഷി ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. പിന്നെ എന്താണ്? കാടും മേടും തെളിച്ച് വന്യജീവികളുടെ ആക്രമണത്തെയും മലമ്പനി തുടങ്ങിയ രോഗങ്ങളെയും നേരിട്ട് മണ്ണിൽ പൊന്നു വിളയിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ കഥ ആവേശം ജനിപ്പിക്കുന്നതാണ്. മനുഷ്യൻ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന്റെ ഭാഗമായി ചുറ്റുപാടുകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? അപ്പൊ എന്താണ്? മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ധാരാളം ആളുകൾ എന്താണ് മലയോര പ്രദേശങ്ങളിൽ കുടിയേറി പാർത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മലയോര പ്രദേശങ്ങളിൽ കുടിയേറി താമസിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ. അവരൊക്കെ എന്താണ്? പല രോഗങ്ങളെയും അതിജീവിച്ച് അതുപോലെ തന്നെ എന്താണ് ആ നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിൽ എന്ത് ചെയ്തു? അവര് കൃഷിയൊക്കെ ചെയ്തു ധാരാളം മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അവരെങ്ങനെ കുറെ മാറ്റങ്ങൾ മനുഷ്യര് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ തന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ദുർഘടമായ ഭൂപ്രകൃതിയിലൂടെ റോഡുകൾ നിർമ്മിച്ചു. ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതിയിലൂടെ എന്ത് ചെയ്തു? അവർ റോഡുകൾ നിർമ്മിച്ചു. കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ഇറക്കി. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതി അവർ ഡെവലപ്പ് ചെയ്തു. സാധ്യമായ ഇടങ്ങളില് വീടുകൾ നിർമ്മിച്ചു. അപ്പൊ ഇങ്ങനെ കുടിയേറി പാർത്തവര്, അതായത് കുടിയേറി പാർത്തിട്ടുള്ള ജനങ്ങൾ എന്താ ചെയ്തത്? കൃഷി ചെയ്യുക മാത്രമല്ല ചെയ്തത്, അവിടെ വീടുകൾ ഉണ്ടാക്കി താമസിക്കുകയും പിന്നെ എന്താണ് അവിടുത്തെ ഭൂപ്രകൃതിയിലൂടെ റോഡുകൾ നിർമ്മിക്കുകയും പിന്നെ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയും ആരംഭിച്ചു. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, അല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി പരിസ്ഥിതിയിലെ വൈവിധ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഭൂമിയിൽ എല്ലായിടത്തും പരിസ്ഥിതി ഒരുപോലെയാണോ? ചുവടെ നൽകിയ ചിത്രങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ പറ, ഭൂമിയിൽ എല്ലായിടത്തും പരിസ്ഥിതി ഒരുപോലെയാണോ? അല്ല. ഓക്കെ, നോക്കിയേ. പൊടി പറത്തിക്കൊണ്ട് നിരന്തരം മണൽക്കാറ്റ് വീശുന്ന വരണ്ട മരുഭൂമികളിലെ ജനജീവിതം എങ്ങനെയാണ്? അറേബ്യൻ മരുപ്രദേശങ്ങളിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിക്ക് ആ പ്രദേശത്തെ കാലാവസ്ഥയുമായി ഏറെ ബന്ധമുണ്ട്. ജലലഭ്യത നന്നേ കുറവായിരുന്നതിനാൽ ഇവിടെ കൃഷി പൊതുവെ കുറവാണ്. എങ്കിലും ഇവിടം ഇന്നേറെ ജനസാന്ദ്രമാണ്. ഓക്കെ, സമ്പന്നവും. പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. അപ്പോ അറേബ്യൻ പ്രദേശത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു മരുപ്രദേശമാണ് അല്ലെ, മരുപ്രദേശമാണ്. അപ്പൊ ജനങ്ങളുടെ വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞാല് ആ ഒരു പ്രദേശത്തിനനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ എന്താണ്? ജലലഭ്യത കുറവാണ്. നമുക്കറിയാം മരുഭൂമിയാണ്, അതുകൊണ്ട് എന്താണ് ജലലഭ്യത നന്നേ കുറവായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ജലലഭ്യത കുറവായത് കൊണ്ട് തന്നെ എന്താണ് അവിടെ കൃഷിയും വളരെ കുറവാണ്. നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളാണ്, മരുപ്രദേശങ്ങളാണ് കൂടുതലും ഉള്ളത്. എങ്കിലും ഇവിടം ഏറെ ജനസാന്ദ്രമാണ്. അതല്ലേ ഗൾഫ് നാടുകളിലൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആളുകൾ ധാരാളം താമസിക്കുന്ന നാടാണ് നമ്മുടെ ഇവിടെ നിന്നും. അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു ഏരിയയാണ് ഗൾഫ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ. അത് ജനസാന്ദ്രമാണെന്ന് പറയാൻ കാരണം എന്താണ്? പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ്. അവിടെ നിന്നാണ് എന്ത് ഖനനം ചെയ്യുന്നത്? പെട്രോളിയം നിക്ഷേപങ്ങള് ഖനനം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ധാരാളം ആളുകള് അവിടെ ജോലിക്കായിട്ട് വരുന്നതും താമസിക്കുന്നതും. ഓക്കെ,
ഇത് മനസ്സിലാക്കുക കേട്ടോ. ഇനി സമുദ്രനിരപ്പിനും താഴെ സ്ഥിതി ചെയ്യുന്ന കരപ്രദേശങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കുട്ടനാട് അതിനുദാഹരണമാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണെന്ത് നമ്മുടെ കുട്ടനാട് എന്ന് പറയുന്നത് അല്ലെ. ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടനാട്. ലോകത്ത് തന്നെ അത്യപൂർവമാണ് നമ്മുടെ കുട്ടനാടിന്റേത് പോലുള്ള ഭൂപ്രകൃതി. അതായത് കുട്ടനാടിന്റേത് പോലുള്ള ഒരു ഭൂപ്രകൃതി ലോകത്ത് ഇല്ലെന്ന് തന്നെ പറയാം. ഓക്കെ, അതായത് കായലുകൾക്കും മറ്റു വെള്ളക്കെട്ടുകൾക്കും ഇടയിൽ ജീവിക്കുന്ന ഇവിടത്തെ ജനങ്ങൾ അത്യധ്വാനത്തിലൂടെ ചെളി കോരി ഉയർത്തിയെടുത്ത നിലങ്ങൾ. അതായത് എന്താണ്, ആ ഒരു ഭൂപ്രകൃതിക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നെല്ലും തെങ്ങും താറാവ് വളർത്തലും ഒക്കെ ഒരു സവിശേഷത ജീവിതമാണ് ഇവിടെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ടി വിയിലൊക്കെ മൂവീസിലൊക്കെ കാണാറുള്ളതാണ് അല്ലെ. നെല്ല് കൃഷി ചെയ്യുന്നു കുട്ടനാട്ടില്, തെങ്ങ് കൃഷിയുണ്ട്, കൂടെ താറാവ് വളർത്തൽ അല്ലെ. ഒരു കൂട്ടം താറാവുകൾ പോകുന്നത് കാണാം നമ്മൾ മൂവിയൊക്കെ വെക്കുമ്പോൾ. കുട്ടനാടിന്റെ പേര് പറഞ്ഞാൽ ഒരു കൂട്ടം താറാവ് കൂട്ടങ്ങളൊക്കെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് കുട്ടനാടിന്റെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളോട് ഇണങ്ങിയുള്ള ഇവരുടെ ജീവിത മേഖലയിൽ ഇന്ന് വിനോദസഞ്ചാരവും ഒരു പ്രധാന പ്രവർത്തനമാണ്. അപ്പോ കുട്ടനാട്ടിൽ ഇപ്പോ നെല്ലും തെങ്ങും താറാവ് വളർത്തൽ മാത്രമല്ല ഉള്ളത്, പിന്നെ എന്താണ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇപ്പൊ ഇവിടെ കേട്ടോ. ടൂറിസം, അതായത് ധാരാളം ആളുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്താ ഭൂമിശാസ്ത്രോ, ഇവിടുത്തെ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളോട് ഇണങ്ങിയുള്ള ഇവരുടെ ജീവിത മേഖലയിൽ ഇന്ന് വിനോദസഞ്ചാരവും ഒരു പ്രധാന പ്രവർത്തനമാണ്. അതായത് ഞാൻ പറഞ്ഞു, കുട്ടനാട് എന്ന് പറയുന്നത് എന്താണ്, ധാരാളം തെങ്ങ് കൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്, അതുകൂടാതെ താറാവ് വളർത്തലുണ്ട്. പക്ഷെ അത് മാത്രമല്ല, എന്താണ്, ടൂറിസം നടക്കുന്നില്ല അവിടെ. ധാരാളം ആളുകൾ ഹൗസ് ബോട്ടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നില്ല, ഹൗസ് ബോട്ടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാണാനായിട്ട്, കുട്ടനാട് കാണാനായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വിദേശ ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ കുട്ടനാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പോട്ട് കാണുന്നുണ്ട്. അപ്പൊ ടൂറിസവും അവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കുട്ടനാട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ഇനി മഞ്ഞുറഞ്ഞ സൈബീരിയൻ മേഖലയുടെ ചിത്രം കണ്ടില്ലേ? നോക്കിയേ, സൈബീരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് രണ്ട് പിക്ചർ കണ്ടു, ഒന്ന് മരുഭൂമി, ഒന്ന് കുട്ടനാട്, പിന്നെ ലാസ്റ്റ് വൺ ആണ് സൈബീരിയ. പരിമിതമായ വിഭവങ്ങളും കഠിനമായ കാലാവസ്ഥയുമാണ് ഇവിടെ ജനജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ എന്താ ഉള്ളത്, ഇവിടുത്തെ ഒരു പരിമിതി എന്ന് പറയുന്നത് എന്താണ്, അതായത് വിഭവങ്ങളുടെ അഭാവം, അതായത് അധികം സാധനങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ ഭയങ്കരമായ കാലാവസ്ഥ, കഠിനമായ ശൈത്യമാണ്, ഭയങ്കര തണുപ്പാണ് അവിടെ. ഓക്കെ, ഇവിടെ ജനജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ അവിടെയും ജനങ്ങൾ വസിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, അവിടുന്ന് ജനങ്ങളൊന്നും അവിടെ ജീവിക്കുന്ന ജനങ്ങളൊന്നും അവിടുത്തെ കാലാവസ്ഥ കാരണം മാറി വേറെ ഒന്നും താമസിക്കാനൊന്നും പോകുന്നില്ല, അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസൃതമായി മനുഷ്യർ അവരുടെ ജീവിതവും ക്രമപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യരവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പോ ഇത്രയും എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവും. മരുഭൂമിയിൽ ജനങ്ങൾ അധികം ചൂടാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുന്നില്ല. കുട്ടനാട്ടിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണെന്ന് കരുതി അവിടെ നിന്ന് പോരുന്നില്ല. സൈബീരിയയിൽ എന്താണ്, ഭയങ്കര തണവാണെന്ന് കരുതി എന്താണ്, അവിടെ നിന്നും ആളുകൾ പോരുന്നില്ല. അവരോടൊക്കെ എന്താണ്, അത് ഓരോ പ്രദേശത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായല്ലേ? അപ്പൊ ഇവിടെ ലാസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു പോയിന്റ് നോക്കിയേ. എന്നാൽ അമിത വിഭവ ചൂഷണവും അശാസ്ത്രീയമായ ഇടപെടലുകളും പ്രകൃതിയുടെ സന്തുലനം തെറ്റാൻ ഇടയാക്കും. അപ്പൊ പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, ധാരാളം ഓരോ സ്ഥലത്തും ഓരോരോ അഡ്ജസ്റ്റ്മെന്റുകൾ സ്വീകരിച്ചിട്ടാണ് മനുഷ്യനോട് ജീവിക്കുന്നത്. ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൃഷിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്നിരുന്നാലും മനുഷ്യൻ ഇത് കൂടുതലായിട്ട്, അതായത് എന്തെങ്കിലും ഒരു കാര്യം കൂടുതലായിട്ട് ചൂഷണം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അശാസ്ത്രീയമായ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ അത് ആ പ്രകൃതിയുടെ സന്തുലനം തെറ്റാനായിട്ട് ഇടയാക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് വരാം. അപ്പൊ നിങ്ങളൊന്ന് എഴുതിയെടുത്തോ കേട്ടോ. ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് എഴുതിയെടുക്കുക. പരിസ്ഥിതിയിലെ വൈവിധ്യങ്ങളിന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. പരിസ്ഥിതിയിലെ വൈവിധ്യങ്ങളിന് ഹെഡിങ് കൊടുത്തിട്ട്
കൊടുക്കുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? ഉണ്ട്. പരിസ്ഥിതിയിലെ വൈവിധ്യങ്ങളുടെ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് വൺ മരുഭൂമികൾ എന്ന് എഴുതാ കേട്ടോ. മരുഭൂമികൾ എന്ന് എഴുതാ. മരുഭൂമികൾ എന്ന് എഴുതാ. എന്നിട്ട് നേരെ ഒരു ഹൈഫൺ ഇട്ടിട്ട് അറേബ്യൻ മരുഭൂമി എന്ന് എഴുതാ കേട്ടോ. അറേബ്യൻ മരുഭൂമി എന്ന് എഴുതാം. ഓക്കെ. പരിസ്ഥിതിയിലെ വൈവിധ്യങ്ങളാണ് എഴുതുന്നത്. പലതരം വൈവിധ്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ആദ്യത്തെ മരുഭൂമികള് അറേബ്യൻ മരുഭൂമി എന്ന് എഴുതാം. രണ്ടാമത്തേത് കരപ്രദേശങ്ങളാണ് കുട്ടനാട് എന്ന് എഴുതാം. എന്താ? ആദ്യത്തെ മരുഭൂമികള് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് അറേബ്യൻ മരുഭൂമി എന്ന് കൊടുക്കുക. നമ്മൾ കണ്ടതാണല്ലോ മരുഭൂമിയുടെ പിക്ചർ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് അറേബ്യൻ മരുഭൂമിയാണ്. അറേബ്യൻ മരുഭൂമി. അതിലൊന്നും അടിച്ചേക്കണം. അതിലൊന്നും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് കരപ്രദേശങ്ങൾ എന്ന് എഴുതാം. കരപ്രദേശങ്ങൾ എന്ന് എഴുതാം. എവിടെയാ നമ്മള് രണ്ടാമത്തെ എന്താ കണ്ടത്? പറഞ്ഞേ. കുട്ടനാട് എന്ന് എഴുതാം. കരപ്രദേശങ്ങളുടെ നേരെ കുട്ടനാട് എന്ന് എഴുതാം. ഇനി മഞ്ഞുറഞ്ഞ മേഖലകള്. അതിന്റെ നേരെ എന്തെഴുതും നിങ്ങള്? സൈബീരിയ. മഞ്ഞുറഞ്ഞ മേഖല. അതിന്റെ നേരെ സൈബീരിയ എന്ന് എഴുതാ മോനെ. സൈബീരിയ. കണ്ടോ? ഇനി അതിന്റെ താഴെയായിട്ട് ഒരു പോയിന്റ് എഴുതാം. പരിസ്ഥിതിക്കനുസരിച്ച് ജനങ്ങൾ ജീവിതം ക്രമപ്പെടുത്തുന്നു. പരിസ്ഥിതിക്കനുസരിച്ച് ജനങ്ങൾ ജീവിതം ക്രമപ്പെടുത്തുന്നു. പരിസ്ഥിതിക്കനുസരിച്ച് ജനങ്ങൾ ജീവിതം ക്രമപ്പെടുത്തുന്നു. എഴുതിയോ? എഴുതി. ഇനി നോക്കിയേ. ഇത് നമ്മൾക്ക് നോക്കണ്ട. എന്തൊരു നമ്മളിപ്പോ കഴിഞ്ഞതാണ്. അത് വേണ്ട. ഇത് നോക്കിയേ. പരിസ്ഥിതി സംരക്ഷണം എന്തിന്? അതാണ് ചോദിക്കുന്നത് കേട്ടോ. ഭൂമിയിലെ നിരവധിയായ ജീവജാലങ്ങളിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ. നിലനിൽപ്പിനായി മറ്റു ജീവജാലങ്ങളെ ഇത്രയേറെ ആശ്രയിക്കുന്ന മറ്റൊരു ജീവിയും ഭൂമുഖത്തില്ല. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഔഷധം, ഇന്ധനം എന്നിവയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് പ്രകൃതിയിലെ സസ്യജന്തുജാലങ്ങളാണ്. നിലനിൽപ്പിന് വായുവും വെള്ളവും എന്നതുപോലെ മണ്ണും പ്രധാനമാണ്. ആവാസ വ്യവസ്ഥ, ഭക്ഷ്യശൃംഖല എന്നിവയെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിരന്തരം നടക്കുന്ന പ്രകൃതിയിലെ പരിണാമ പ്രക്രിയയിലെ ഒടുവിലത്തെ കണ്ണിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. തന്റെ നിലനിൽപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന ഇടപെടലുകൾ വിപരീത ഫലമാണ് ഉണ്ടാക്കുക. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ ഇടപെടുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട ഒരു മാർഗം. മനുഷ്യരാശിയുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും ആരോഗ്യപൂർണമായ നിലനിൽപ്പിന് പരിസ്ഥിതിയെയും അതിന്റെ വൈവിധ്യത്തെയും സംരക്ഷിച്ചേ മതിയാകൂ. ഓക്കെ. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അതായത് ഭൂമിയിലെ നിരവധിയായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. അതിലൊന്നു മാത്രമാണ് മനുഷ്യൻ, അല്ലെ? പക്ഷെ എന്താണ്? മറ്റു ജീവികളെ അപേക്ഷിച്ച് എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യൻ ആശ്രയിക്കുന്നുണ്ട്, അല്ലെ? ഇവിടെ പറയുന്നുണ്ട് നിലനിൽപ്പിനായിട്ട് മറ്റു ജീവജാലങ്ങളെ ഇത്രയേറെ ആശ്രയിക്കുന്ന മറ്റൊരു ജീവിയും ഈ ഭൂമിയിൽ ഇല്ല. കാരണം എല്ലാരും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? ഇപ്പൊ ആഹാരമായാലും വസ്ത്രമായാലും പാർപ്പിടായാലും ഔഷധമായാലും ഒക്കത്തിന് എന്ത് വേണം? നമുക്ക് പ്രകൃതിയുടെ സഹായം വേണം. പക്ഷെ എന്താണ്? ഇത് നോക്കാതെ എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യൻ? അവന്റെ നിലനിൽപ്പിന് മാത്രം ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് പ്രകൃതിയിൽ എന്താണ് ഉണ്ടാക്കുക?
വിപരീത ഫലങ്ങള്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇവിടെ ഉണ്ടാക്കുക, പ്രകൃതിയിൽ ഉണ്ടാക്കുക. മനുഷ്യൻ അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, പ്രകൃതിക്ക് അത് വിപരീത ഫലമായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോ ഇതിന്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥ കോട്ടം തട്ടാതെ നമ്മള് പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഇനി നമ്മുടെ ഭാവി തലമുറ അല്ലെ, നമ്മുടെ മക്കള്, അവരുടെ മക്കള്, അവരൊക്കെ എന്താണ് വളർന്നു വരുമ്പോൾ ഇതുപോലെ തന്നെയുള്ള എന്താണ് ഒരു നേച്ചർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. മരുഭൂമിയാകാൻ പാടുണ്ടോ നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോ? ഇല്ല, പാടില്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മള് പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാകൂ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോ ഇതിനകത്ത് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, നിങ്ങക്ക് എഴുതിക്കോട്ടോ. പരിസ്ഥിതി സംരക്ഷണം എന്തിനെന്ന് വേണോ നിങ്ങക്ക്, അല്ലെങ്കിൽ ഇത് വായിച്ചു മനസ്സിലാക്കോ? ഒരു 3 പോയിന്റ് ഉള്ളൂ. പറഞ്ഞോട്ടെ. പരിസ്ഥിതി സംരക്ഷണം എന്തിന്, 3 പോയിന്റ്സ് ഉള്ളു കേട്ടോ, അതൊന്ന് എഴുതിയെടുക്കുക. ഇതിന്റെ ഷോർട്ടായിട്ട് പറയുന്നതാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന്, ആദ്യത്തേതാണ് മനുഷ്യന്റെ നിലനിൽപ്പിന്. സ്പീഡ് ഉണ്ടല്ലേ, സ്പീഡ് കുറയ്ക്കാം കേട്ടോ. പരിസ്ഥിതി സംരക്ഷണം എന്തിന്, ആദ്യത്തെ പോയിന്റ് മനുഷ്യന്റെ നിലനിൽപ്പിന്. മനുഷ്യന്റെ എന്തോ ഇതിന്റെ നോട്ട് അത് വേണ്ട, ഇത് കാര്യമായിട്ട് എന്താ അത്ര തിയറിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ മറ്റേ നമ്മൾ അന്നെടുത്ത പോലെ, ജസ്റ്റ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ നോട്ട് തരാം, ഇതിന്റെ ലാസ്റ്റ് വരുന്നുണ്ട് പ്രകൃതി ദുരന്ത നിവാരണം വരുന്നുണ്ട്, അതിന്റെ നോട്ട് തരാം കേട്ടോ. ഇതിന്റെ ഇപ്പൊ വേണ്ട, ഞാൻ പറയുന്നത് എഴുതിയിരുന്നാൽ മതി. മനുഷ്യന്റെ നിലനിൽപ്പിന് രണ്ടാമത്തത് പ്രകൃതിയിൽ നിന്നും ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഔഷധം. പ്രകൃതിയിൽ നിന്ന് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഔഷധം, ഇന്ധനം എന്നിവ ലഭിക്കാൻ മൂന്നാമത്തേത് ഒന്നുകൂടി പറയാൻ മോനെ. പ്രകൃതിയിൽ നിന്ന് ആഹാരം, വസ്ത്രം, പാർപ്പിടം. പ്രകൃതിയിൽ നിന്ന് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഔഷധം, ഇന്ധനം എന്നിവ ലഭിക്കാൻ മൂന്നാമത്തെ പോയിന്റ് ജീവികളുടെ നിലനിൽപ്പിന്. മൂന്നാമത്തെ പോയിന്റ് ജീവികളുടെ നിലനിൽപ്പിന്. ജീവികളുടെ നിലനിൽപ്പിന് ഈ 3 പോയിന്റ് ഉള്ളു കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത നോക്കിയ നിങ്ങള്, തല്ലും തലോടലും ഏറ്റ്. വിസ്മയകരമാണ് ഋതുഭേദങ്ങളുടെ ഘോഷയാത്ര. ഇടിയും മിന്നലും അകമ്പടിയായെത്തുന്ന മഴക്കാലം, ചിലയിടങ്ങളിൽ മഞ്ഞുവീഴ്ച, നിലയ്ക്കാതെ കാറ്റുവീശുന്ന ഇടങ്ങൾ, ഇളം കാറ്റു മുതൽ സർവവും തൂത്തെറിയുന്ന ചുഴലിക്കാറ്റ് വരെ. മലമ്പ്രദേശങ്ങളിൽ മഴക്കാലത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്നു, താഴ്ന്ന ഇടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. പ്രകൃതി പ്രതിഭാസങ്ങൾ ചിലപ്പോഴൊക്കെ വിനാശകാരികളാകാറുണ്ട്. അപ്പൊ നമുക്കറിയാലേ, അതായത് ഇന്ത്യയിൽ പല സ്ഥലത്തും എന്തുണ്ട്, ലോകത്ത് തന്നെ കുറെ സ്ഥലങ്ങളിലുണ്ട്. നമ്മള് പ്രത്യേകിച്ച് പറയുകയാണെങ്കിലാണ് ഇന്ത്യയില്, കാരണം ജൈവ വൈവിധ്യങ്ങളുള്ളതാണ് നമ്മുടെ ഇന്ത്യ അല്ലെ. അതായത് ആളുകൾക്ക് തമ്മിൽ എന്താണ് കൾച്ചറും സംസ്കാരത്തിൽ മാറ്റമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലുള്ള സംസ്കാരമല്ല അന്യ സംസ്ഥാനത്ത് പോകുമ്പോൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നേ. അതുകൂടാതെ ഭാഷയിലുള്ള വ്യത്യാസം, പല പല ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിലുള്ള ഭാഷയല്ല തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലുള്ളത് അല്ലെ, വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡ്രസ്സിംഗ് സ്റ്റൈലില് വ്യത്യാസമുണ്ട്. നമ്മൾ ഇവിടെ ധരിക്കുന്ന, ആരാണ് വോയിസ്, ആരുടെയാണ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്? വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ,
അപ്പോ എന്താ പറയാ ഭാഷയിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ കൾച്ചറിൽ വ്യത്യാസമുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ വേഷവിധാനത്തിൽ വ്യത്യാസമുണ്ട് അല്ലെ. നമ്മൾ ഇവിടെ ധരിക്കുന്ന ഡ്രസ് അല്ല ഇവിടെ ഇവിടെ കേരളത്തിൽ എന്താണ് സാധാ ഷർട്ടും മുണ്ടും ആണെങ്കിൽ കാശ്മീരിലെ ജനങ്ങള് ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് ധാരാളം വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ധാരാളം എന്താ പറയാ പ്രകൃതി പ്രതിഭാസങ്ങൾ നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും. ചിലയിടത്ത് ഇടിയും മിന്നലുമാണ് ഉണ്ടാകുന്നതെങ്കിൽ ചിലയിടത്ത് മഴക്കാലം കൂടുതൽ ഉണ്ടാകും, ചിലയിടത്ത് മഞ്ഞുവീഴ്ച ഉണ്ടാകും, ചില സ്ഥലത്ത് എന്താണ് കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും, പിന്നെ എന്താണ് ഉരുൾപൊട്ടൽ ഉണ്ടാകും ചില മേഖലകളിൽ, ചില സ്ഥലങ്ങളിൽ ചുഴലിക്കാറ്റ് ഉണ്ടാകും. അപ്പൊ എന്താണ് പല പല പ്രതിഭാസങ്ങൾ, വെള്ളപ്പൊക്കം ഉണ്ടാകും. ആരാണ് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് പല പല വൈവിധ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, പല പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ട്. ഒരു ബോർഡില് ഒരു സർക്കിളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ബോർഡ് പോലെ. കാറ്റ്, തിരമാല, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, സുനാമി, പേമാരി, ഉരുൾപൊട്ടൽ, ഹിമപാതം, കടലാക്രമണം, ഭൂകമ്പം, മഴ. ഇത്രയും കാര്യങ്ങൾ എന്താണ് പ്രകൃതി പ്രതിഭാസങ്ങളാണ്. അപ്പോ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അതായത് ഇതൊക്കെ എന്താണ് പ്രകൃതി പ്രതിഭാസങ്ങളാണ്. അതായത് നാച്ചുറൽ ഹസാർഡ്സ് എന്നാ പറയാ കേട്ടോ, പ്രകൃതി പ്രതിഭാസങ്ങളാണ്. പക്ഷെ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയത്ത് നമ്മുടെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? അപകടം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടും? പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് അറിയപ്പെടും. ഓക്കെ ഓക്കെ, പ്രകൃതി ക്ഷോഭങ്ങൾ എന്ന് അറിയപ്പെടും. ഓക്കെ, അപ്പൊ എന്താണ്? കാറ്റ്, തിരമാല, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, സുനാമി, പേമാരി, ഉരുൾപൊട്ടൽ, ഹിമപാതം, കടലാക്രമണം, ഭൂകമ്പം, മഴ, ഇവയാണ് എന്ത് പറയുന്നേ? പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും ഒക്കെ എന്താണ് ഇത്? അപകടം സൃഷ്ടിക്കുന്നു ചില സമയങ്ങളില്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ചില പ്രകൃതി പ്രതിഭാസങ്ങളുടെ പേരുകളാണ് ബോർഡിൽ നൽകിയിട്ടുള്ളത്. അവയിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തൂ. അപ്പൊ ഇതിനകത്ത് പ്രകൃതിക്ഷോഭങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞേക്കണേ, കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞേ? ഏതൊക്കെയാണത്? ഭൂകമ്പം, സുനാമി, കടലാക്രമണം, ഭൂകമ്പം, മഴ. എല്ലാരും ഉണ്ടല്ലേ. വെള്ളപ്പൊക്കം ഉണ്ട്, തിരമാല, ചുഴലിക്കാറ്റ്, സുനാമി, പേമാരി, ഉരുൾപൊട്ടല്, ഹിമപാതം, കടലാക്രമണം, ഭൂകമ്പം, മഴ. ഇത്രയും കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇതായിട്ട് വരുന്നതാണ് അല്ലെ, നാച്ചുറൽ ഹസാർഡ്സിൽ പെടുന്നതാണ് ഇവയൊക്കെ അല്ലെ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. പ്രകൃതിക്ഷോഭങ്ങള് ദുരന്തങ്ങളാകുമ്പോൾ കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 2 പ്രദേശങ്ങളാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, നിങ്ങൾ പിക്ചർ കണ്ടോ? കണ്ടല്ലേ? പിക്ചർ നോക്കിക്കോട്ടോ, പിക്ചർ നോക്കിക്കോളൂ. ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഇതിൽ ഏത് പ്രദേശത്താണ് അത് ദുരന്തമായി മാറാൻ സാധ്യതയുള്ളത്? ഫസ്റ്റത്തെ ചിത്രമാണ് അല്ലെ. എന്തുകൊണ്ട്? താമസിക്കുന്ന ഏരിയ കൊണ്ട്. ജനവാസ കേന്ദ്രമായതുകൊണ്ടാണ് എന്ത് ഫസ്റ്റത്തെ ആ പിക്ചറിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യത, ഒരു ദുരന്തമായിട്ട് മാറാൻ സാധ്യതയുള്ളത്. ഓക്കെ, ജനവാസ കേന്ദ്രമായതുകൊണ്ടാണ്. അപ്പോ നമുക്ക് നോക്കാം, അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യരെ ബാധിക്കാറില്ല. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. മനുഷ്യന് അപായകരമായി മാറുമ്പോഴാണ് അവ ദുരന്തമായി മാറുന്നത്. അതായത് മനുഷ്യന്
അപകടം സൃഷ്ടിക്കുമ്പോഴാണ് എന്താവുന്നത്, അത് ദുരന്തമായിട്ട് മാറുന്നത്. അപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ ഒരു മഞ്ഞുമല ഇടിഞ്ഞാലോ ജനവാസമില്ലാത്ത മരുഭൂമിയിൽ ഭൂകമ്പം ഉണ്ടായാലോ അത് ദുരന്തമായി പരിഗണിക്കാറില്ല. അപ്പൊ ഈ മഞ്ഞുമല ഇടിയുന്നത് എന്താണ്, ഒരു പ്രകൃതിക്ഷോഭം തന്നെയാണ് അല്ലെ, പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ്. പിന്നെന്താണ്, മരുഭൂമിയിൽ എന്താണ്, ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണ്, ഒരു എർത്തിക്കൊക്കെ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അതും എന്താണ്, ഒരു പ്രകൃതി പ്രതിഭാസമാണ്. പക്ഷെ എന്താണ്, അവിടെ ഈ രണ്ട് സ്ഥലങ്ങളിലും എന്താണ്, അത് ഉണ്ടാവുമ്പോൾ അത് ദുരന്തമായിട്ട് പരിഗണിക്കാറില്ല. അതെന്തുകൊണ്ടാ കാരണം? അവിടെ ജനങ്ങളില്ലാത്തത്. മനുഷ്യരില്ലാത്തത് കൊണ്ടാണ് അവിടെ അത് സംഭവിച്ചാല് അത് ദുരന്തമായിട്ട് മാറാത്തത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, മനുഷ്യരുടെ മേഖല, മനുഷ്യൻ അധിവസിക്കുന്ന മേഖലയിലാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് അവിടെ ദുരന്തം ഉണ്ടാവുന്നെങ്കിലാണ് എന്ത്, ആ ഒരു ഇത് കൂടും കേട്ടോ. അങ്ങനെ വിചാരിച്ചു വെക്കുക കേട്ടോ. ഇനി അവ എത്ര കനത്തതായാലും എന്നാൽ ജനനിബിഡമായ ഒരു താഴ്വരയിലാണ് അത്തരം ഒരു പ്രതിഭാസം ഉണ്ടാവുന്നതെങ്കിൽ അതൊരു ദുരന്തമാകും. അപ്പൊ ജനനിബിഡമായിട്ടുള്ള ഒരു താഴ്വര ഉണ്ടോ, ഫസ്റ്റ് പിക്ചറിൽ കുറെ വീടുകൾ കൊടുത്തിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കുറെ മരങ്ങളാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് പിക്ചറിലാണ് എന്താവുന്നത്, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അത് ദുരന്തമായിട്ട് മാറുന്നത്, കാരണം ജനങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. ഇനി പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ അഥവാ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഒന്ന് എന്ത് പറഞ്ഞു, നാച്ചുറൽ ഹസാർഡ്സ് പറഞ്ഞു, രണ്ടാമത്തത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പറഞ്ഞു. ഓക്കെ, അപ്പൊ പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണെന്ത്, പ്രകൃതി ദുരന്തങ്ങൾ. അത് പഠിച്ചു വെക്കുക കേട്ടോ. പ്രകൃതിദത്തമായിട്ടുള്ള കാരണങ്ങൾ അത് എന്താണ്, തനിയെ, അതായത് പ്രകൃതി മൂലം നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അത്തരം ദുരന്തങ്ങളെയാണ് ഇത് പറയുന്നത്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും എന്താ മോളെ, ഒന്നുമില്ലല്ലോ, ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ക്ഷോഭങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ രണ്ട് പോയിന്റും പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എന്താണ് നാച്ചുറൽ ഹസാർഡ്സ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇന്ത്യയിൽ എല്ലാ വർഷവും നിരവധി ആളുകള് പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് നമ്മളിപ്പോ വാർത്തകളിൽ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇവിടെ അല്ലെങ്കിലും വേറെ സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്, കുറെ ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളത് ഡെയിലി കാണാറുണ്ട് ചില ദുരന്തങ്ങള്. അപ്പോ അങ്ങനെയുള്ള ദുരന്തങ്ങൾ മൂലം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുകയും അല്ലെങ്കിൽ എന്താണ്, ധാരാളം ആളുകള് മരിക്കുന്നതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയില് എല്ലാ വർഷവും ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പോ ചില പ്രകൃതി ദുരന്തങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രകൃതി ദുരന്തങ്ങളാണ് താഴെ പറയുന്നത്. അതിനകത്ത് ഒന്ന് ചുഴലിക്കാറ്റാണ് കേട്ടോ. ഫസ്റ്റ് വൺ ചുഴലിക്കാറ്റാണ്, സൈക്ലോൺ കേട്ടോ. സൈക്ലോൺ ആണ് ചുഴലിക്കാറ്റ്. രണ്ടാമത്തത് ഭൂകമ്പമാണ്, എർത്തിക്വക്ക് കേട്ടോ, ഭൂകമ്പം അഥവാ എർത്തിക്വക്ക്. മൂന്നാമത്തത് ഉരുൾപൊട്ടലാണ്, ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ് കേട്ടോ, ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ്. നാലാമത്തേത് ആലിപ്പഴ വർഷമാണ്, ഹെയിൽ സ്റ്റോം, HAILSTORM, ഹെയിൽ സ്റ്റോം, ആലിപ്പഴ വർഷം. ഇനി വരൾച്ച, വരൾച്ച അഥവാ ഡ്രഫ്റ്റ്, DROUGHT, വരൾച്ച അഥവാ ഡ്രഫ്റ്റ്. ഇനി ഇടിമിന്നലാണ്, ലൈറ്റനിങ്, ഇടിമിന്നൽ അഥവാ ലൈറ്റനിങ്. ഇനിയുള്ളത് സുനാമിയാണ്. സുനാമിയുടെ പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷിൽ സുനാമി തന്നെയാണ്. ഇനി വെള്ളപ്പൊക്കം അഥവാ ഫ്ലഡ് അല്ലെ, നമുക്ക് നേരിട്ട ഒരു സംഭവമാണ് അല്ലെ ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം. ഇനി ഹിമപാതം, ഹിമപാതത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അവലാഞ്ചെ എന്നാണ് കേട്ടോ, അവലാഞ്ചെ, AVALANCHE, മഞ്ഞുവീഴ്ചയാണ് കേട്ടോ ഹിമപാതം അഥവാ അവലാഞ്ചെ. ഇനി ലാസ്റ്റ് വൺ ഹിമാഘാതം. ഹിമാഘാതം എന്ന് പറഞ്ഞാല് ഫ്രോസ്റ്റ് ബൈറ്റ് ആണ് കേട്ടോ, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഹിമപാതം വേറെയാണ്, ഹിമാഘാതം വേറെയാണ് കേട്ടോ. ഹിമാഘാതം അഥവാ ഫ്രോസ്റ്റ് ബൈറ്റ്, അതായത് കനത്ത ഈ ഹിമാഘാതം വന്നു കഴിഞ്ഞാല്
ഭയങ്കര തണവായിരിക്കുള്ളൂ. ഹിമാഘാതത്തിനും ഹിമപാതത്തിനും തണവ് തന്നെയാണ്, തണുപ്പാണ്. ഹിമപാതം എന്ന് പറഞ്ഞാല് കനത്ത മഞ്ഞുവീഴ്ചയാണ്. എന്നാല് ഹിമാഘാതം എന്ന് പറയുന്നത് കനത്ത തണവ് മൂലം ആൾക്കാർക്കൊക്കെ എന്താണ്, ആൾക്കാരുടെ ബോഡിയൊക്കെ എന്താണ് തണുത്തുറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതാണ് ഹിമാഘാതത്തിന്റെ പ്രത്യേകത കേട്ടോ. മറ്റേത് മഞ്ഞുവീഴ്ച, ഇത് തണവ് മൂലം എന്താണ് ആൾക്കാർക്ക് എന്താണ് ഭയങ്കര മരവിപ്പ് ഉണ്ടാവുന്ന അവസ്ഥയാണത് ഹിമാഘാതം എന്ന് പറയുന്നത്. എഴുതിയെടുത്തോ? എഴുതിയെടുത്തു. എഴുതിയെടുത്തു. ആ, ഓക്കെ ഓക്കെ. ഇനി പ്രകൃതി ദുരന്ത സാധ്യതകള് കേരളത്തിലാണ് കേട്ടോ. കേരളത്തിൽ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് പ്രകൃതി ദുരന്ത സാധ്യതകള് കേരളത്തിൽ. ഓക്കെ. അപ്പോ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തലപ്പുകൾ, അതിരിടുന്ന കായൽ പരപ്പ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇടനാട്ടിലെ സമൃദ്ധമായ പച്ചപ്പ്. അപ്പൊ കേരളത്തിന്റെ ജിയോഗ്രഫിയാണ് പറയുന്നത്. അല്പം കിഴക്കുമാറി സുഖശീതളമായ കാലാവസ്ഥയുമായി മലമടക്കുകള്. ലോകപ്രശസ്തമാണ് കേരളത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. എന്നാൽ പ്രകൃതിയുടെ ഈ സുന്ദരമായ മുഖം ഇടയ്ക്കൊക്കെ രൗദ്രമാകാറുണ്ട്. അപ്പോഴൊക്കെ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു. ഇപ്പൊ ഈ പറയുന്നതിന്റെ മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് എന്താ? മോക്ക് ടെസ്റ്റ് ഇപ്പൊ ഈ പറയുന്നതിന്റെ മോക്ക് ടെസ്റ്റ് ക്ലിയർ ആവുന്നില്ല. എനിക്ക് പറയുന്നത് ശരിക്കും ക്ലിയർ ആവുന്നില്ല. ഈ പറയുന്നതിന്റെ മോക്ക് ടെസ്റ്റ് ഇടുവോന്ന്? മോക്ക് ടെസ്റ്റോ? അത് ഇടാം. കുഴപ്പമില്ല, ഇടാം. നിങ്ങക്ക് കിട്ടി തുടങ്ങിയോ മോക്ക് ടെസ്റ്റ്? ഇല്ല. ആരുടെയോ എന്തോ ഓണാണ് ഓഡിയോ. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കിട്ടോ, ശബ്ദം വരുന്നുണ്ട്. മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ. അപ്പൊ കേരളത്തിന് എന്താണ് എന്താ പറയാ, പ്രകൃതി സുന്ദരമാണ് കേരളം. പക്ഷെ എന്താണ് ചില സമയത്ത് എന്താണ് രൗദ്രമാകാറുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ്? അപ്പോ കേരളവും ചില പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സംസ്ഥാനമാണ്. നമുക്കറിയാം, നമുക്ക് റീസെന്റ് ആയിട്ട് വന്നതാണ് ഫ്ലഡ് അല്ലേ. അതൊരു പ്രകൃതി ദുരന്തമായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന് കേട്ടോ. ഓക്കെ. ഇനി ഉരുൾപൊട്ടി ഒഴുകുന്ന ദുരന്തം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തമാണ് ഉരുൾപൊട്ടൽ. കാലവർഷ മേഘങ്ങൾ കേരളത്തിന് മുകളിൽ ഉരുണ്ടുകൂടുന്നതോടെ കിഴക്കൻ മലയോരത്തിലെ ചില പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണിയുടെ നിഴലിലാകുന്നു. ഇക്കാലത്ത് ഇടനാട്ടിലും അങ്ങിങ്ങ് മലയിടിച്ചിലുണ്ടാകാറുണ്ട്. നൽകിയിട്ടുള്ള ചിത്രം നിങ്ങൾ നിരീക്ഷിച്ചേ. കണ്ടോ? ചിത്രം കണ്ടോ? ചിത്രം കണ്ടു. അടുത്തിടെ കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ചിത്രമാണത്. കണ്ടോ? അടുത്തിടെ എന്ന് പറയാൻ പറ്റില്ല, 2012 തോന്നുന്നു കേട്ടോ, പുല്ലൂരാമ്പാറയില് ദുരന്തം ഉണ്ടായത് കേട്ടോ. അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലധികം എന്താണ് ചരിവുള്ള പ്രദേശങ്ങളെയാണ് കേട്ടോ. 20 ഡിഗ്രിയിൽ കൂടുതൽ, സെൽഷ്യസ് അല്ല, 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിലാണ് എന്ത് ഈ ഉരുൾപൊട്ടൽ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. കുന്നിൻ പ്രദേശങ്ങളിലാണ് എന്ത് ഉണ്ടാവുന്നത്, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് കേട്ടോ. കുന്നിൻ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോ നമുക്കറിയാം എന്താണ്, നമ്മുടെ നാട്ടില് ധാരാളമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും എന്താണ് ഈ ഇതുണ്ടാവാറുണ്ട്. അതായത് മേഘവിസ്ഫോടനം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാറുണ്ട്. മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിശ്ചിത സമയത്തിനുള്ളില് കുറെ ലിറ്റർ വെള്ളം എന്താണ്, അതായത് ധാരാളം മഴ പെയ്യുന്നു ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ. ഇപ്പോ അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് എന്താണ് ധാരാളം വെള്ളം എന്താണ് മണ്ണിലേക്ക് വരുന്നു. അതായത് മഴ ധാരാളമായിട്ട് പെയ്യുന്നു, അല്ലെങ്കിൽ മഴയുടെ അളവ് എന്താണ് കൂടുതലായിട്ട് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഈ കുന്നിൻ ചെരിവുള്ള പ്രദേശങ്ങളാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്? എപ്പോഴാ? ജൂൺ ജൂലൈ ജൂൺ അല്ലെ. അതായത് തെക്കു പടിഞ്ഞാറൻ
അല്ലെ? തെക്കു പടിഞ്ഞാറൻ അല്ലെ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് അവിടെ പെയ്യുന്നതല്ലേ? കാരണം അറബിക്കടലിൽ നിന്ന് എന്താണ് നേരിട്ട് എന്ത് ചെയ്യാണ്, ഒരു കാറ്റിന്റെ ഇത് വരുന്നില്ലേ, പ്രവാഹം വരുന്നില്ലേ, അതുമൂലമല്ലേ നമുക്ക് മഴ കിട്ടുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് അറബിക്കടലിൽ വരുന്നൊരു സംഭവമാണ്, ഒരു പ്രതിഭാസമാണ്. അതുമൂലം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണ് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ അത് പശ്ചിമഘട്ടത്തിലാണ് വരുന്നത്. പശ്ചിമഘട്ടത്തിന്റെ എന്താണ്, പശ്ചിമഘട്ടത്തിൽ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് വ്യാപിക്കുന്നുണ്ട്. ഇപ്പോ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ എന്താണ് മഹാരാഷ്ട്ര മുതൽ നമ്മുടെ തമിഴ്നാട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്ന ആ ഒരു സമ്പത്തിന്റെ പ്രഭാവം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പശ്ചിമഘട്ടത്തില് ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ധാരാളമായിട്ടുള്ള മഴ ആ സമയത്ത് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോ വേറൊരു ഇത് പറയുകയാണെങ്കിൽ ഈ കുന്നിൻ അതായത് ഈ ചെരിവുള്ള പ്രദേശങ്ങൾ എന്നൊക്കെ പറയുമ്പോ എന്താണ്, അതായത് ഈ പർവ്വത പ്രദേശങ്ങൾ ഉണ്ടല്ലോ, പർവ്വത പ്രദേശങ്ങളില് ധാരാളം, അതായത് ഭൂമി ഇപ്പൊ ഒരു നമ്മുടെ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു ഏരിയ എടുക്കുക, നിങ്ങൾ ഇപ്പൊ കേരളത്തിലെ തന്നെ ഒരു സ്ഥലം എടുക്കുക, ആ സ്ഥലം എന്താണ് പർവ്വത പ്രദേശമാണെന്ന് വിചാരിക്കുക. അപ്പൊ പർവ്വത പ്രദേശത്തില് അതിന്റെ തൊട്ടടുത്ത്, അതായത് ഒരു നമ്മുടെ ഏരിയയിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് എന്ത് വരാം നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാ മഴ ഉണ്ടാവണേ അത് ആദ്യം പറയട്ടെ, എന്നിട്ട് ഇത് പറയാം. എങ്ങനെയാ മഴ ഉണ്ടാവണേ? മഴ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. വേപ്പറൈസേഷൻ കാരണം ജലം നീരാവിയായിട്ട് ആകാശത്തേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് മേഘം തണുത്തുറഞ്ഞ് മഴ പെയ്യും. അതെ അതെ, ഇവാപൊറേഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഏതെങ്കിലും തടാകത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് കുളങ്ങളിലോ അല്ലെങ്കിൽ നദിയിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, നീരാവിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് പോകും അല്ലെ. ഇത് മേഘമായിട്ട് രൂപം കൊണ്ട് എന്ത് ചെയ്യും, കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ താഴേക്ക് എന്ത് ചെയ്യും, വന്ന് പതിക്കും. അങ്ങനെയാണ് എന്ത് മഴ ഉണ്ടാവുന്നത്, ജലത്തുള്ളികൾ താഴേക്ക് വീഴുന്നത് അല്ലെ. അപ്പോ ഇങ്ങനെ നീരാവി എന്താണ്, നീരാവി ഇങ്ങനെ ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ എന്താണ് പർവ്വത പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, ഇത് വന്ന് തട്ടും. അതായത് പർവ്വത പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, ഇത് വന്ന് തട്ടും. അപ്പൊ ഉയരം കൂടിയ പർവ്വത പ്രദേശമാണെങ്കിൽ എന്താണ് ഈ നീരാവി കുറച്ചും കൂടി എന്താണ് ഉയരേക്ക് പോകും, അതായത് മുകളിലോട്ട് പോകും. ഓക്കെ, അതായത് പർവ്വത പ്രദേശങ്ങളിൽ വന്ന് തട്ടുക മാത്രമല്ല, ഉയരം കൂടിയ പ്രദേശമായ പർവ്വതം ആയതുകൊണ്ട് കുറച്ചും കൂടി ഉയരേക്ക് പോകും. ഉയരെ പോയിട്ട് എന്ത് ചെയ്യും, കട്ടി കൂടിയ മേഘങ്ങളെ സൃഷ്ടിക്കും. പിന്നെ കട്ടി കൂടിയ മേഘങ്ങളെ സൃഷ്ടിക്കുമ്പോ എന്താണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മേഘങ്ങളായിരിക്കും അത് ഉണ്ടാവുക. അപ്പൊ ആ സ്ട്രോങ് ആയിട്ടുള്ള മേഘങ്ങൾക്ക് എന്താണ് ധാരാളം വെള്ളം, അതായത് ധാരാളം വെള്ളം എന്ത് ചെയ്യും, താഴേക്ക് പതിക്കാനായിട്ട് ഇടവരുത്തും. അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് ധാരാളം വെള്ളം എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ വന്ന് വീഴുന്നത്, ധാരാളം മഴ നമുക്ക് ലഭ്യമാകുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ആ മേഘങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ്. അതായത് ഈ പർവ്വത പ്രദേശങ്ങളിൽ ഇത് വന്ന് തട്ടുമ്പോ എന്താണ്, അത് മുകളിലേക്ക് ഉയർന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ധാരാളം എന്താണ് കണ്ടന്റ് ഉള്ള വെള്ളം താഴേക്ക് വരുത്തുന്നു. ഇത് മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നു. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് പുല്ലൂരാമ്പാറയിലുള്ള ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ടാ പറയുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ വരും കേട്ടോ. പുല്ലൂരാമ്പാറ എന്ന് പറയുന്നത് കോഴിക്കോട് ഉള്ള ഒരു സ്ഥലമാണ്. 2012 അവിടെ എന്തുണ്ടായത്, ഉരുൾപൊട്ടല് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് മ്യൂട്ട് ചെയ്തേ. ആരാണ് മൈക്ക് ഓൺ ചെയ്താക്കണേ? ഓക്കെ, ഇനി നെക്സ്റ്റ്, തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടലിനേക്കാൾ വിസ്തൃതമായ പ്രദേശത്തായിരുന്നു കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. പുല്ലൂരാമ്പാറയിൽ 7 പേരാണ് അവിടെ മരണപ്പെട്ടത്. അമ്പൂരിയിൽ 39 പേരും. മലമ്പ്രദേശങ്ങളിലെ ജനസാന്ദ്രത അപകട തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോ 2 സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നെവിടെയാന്ന് പറഞ്ഞേ. കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ കേട്ടോ, മുല്ലൂരാനല്ല, പുല്ലൂരാമ്പാറ കേട്ടോ. ജില്ലയിലെ പുല്ലൂരാമ്പാറ. രണ്ടാമത്തത് ജില്ലയിലെ അമ്പൂരി അല്ലെ. ഓക്കെ, അപ്പോ അമ്പൂരിയിൽ എത്ര പേര് മരിച്ചു? 39 പേര് മരിച്ചു അല്ലെ. അതായത് കാരണം നമ്മുടെ സാന്ദ്രത കൂടുതലായിരുന്നു അല്ലെ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു ഏരിയ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാനുള്ള കാരണം. അമ്പൂരി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് 2001 കേട്ടോ. 2001 അമ്പൂരിയിലും
2012 പുല്ലൂരാംപാറയിലുമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നോട്ട് ചെയ്യുന്നില്ലേ വർഷം? അമ്പൂരിയിലെ വർഷത്തിന് ടീച്ചറെ? അമ്പൂരിയില് 2001 കേട്ടോ. അമ്പൂരിയില് 2001. ഓക്കെ, അപ്പൊ നോക്കി എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. കാതടപ്പിക്കുന്ന ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടുണർന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. വീടിന്റെ ഒരു ചുമരും ഞാനും മാത്രമാണ് അവശേഷിച്ചത്. കണ്ടോ? അപ്പൊ എന്താണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു ഭീതി, ആ ഒരു എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന്റെ ഒരു ഇതാ പറയുന്നത് കേട്ടോ. ഇനി ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ ഒരാളുടെ അനുഭവമാണ് നിങ്ങൾ വായിച്ചത്. എല്ലാ ഉരുൾപൊട്ടലുകൾക്കും ഇതുപോലെ എത്രയെങ്കിലും മനുഷ്യരുടെ ദുരന്തങ്ങൾ പറയാനുണ്ടാകും. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊതുവെ 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള ഇടങ്ങളാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പോയിന്റ് പഠിക്കാനുള്ളതാണ് കേട്ടോ. 20 ഡിഗ്രിയിൽ കൂടുതൽ കേട്ടോ. 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള ഇടങ്ങളിലാണ് എന്തുണ്ടാവുക? ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താണ് ഉരുൾപൊട്ടൽ എന്ന് നോക്കാം. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. ഇത് മണ്ണിലെ സുഷിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തും. ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാക്കും. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിന് ഇത് കാരണമാകുന്നു. ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാ പറയുന്നത്. അത് ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് എന്തുണ്ടാവുക? ഉരുൾപൊട്ടൽ ഉണ്ടാവുക അല്ലെ? ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? എന്താണ്? ചരിവുള്ള പ്രദേശങ്ങളില് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത് വിചാരിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ആ സമയം തന്നെ ഈ ചരിവുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ മഴ പെയ്യുമ്പോൾ എന്താണ്? ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ജലം ആ മണ്ണിലേക്ക്, ആ ചരിവുള്ള പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ആഴ്ന്ന് ഇറങ്ങുന്നു. ജലം മണ്ണിലെ സുഷിരങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പോ എന്താണ്? മഴ പെയ്യുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഈ ജലം എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിലെ സുഷിരങ്ങൾ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു പ്രഷർ ചെലുത്തും. അപ്പൊ ഈ പ്രഷർ മൂലം പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നേ? അതായത് മഴ പെയ്യുമ്പോൾ ജലം വന്ന് മണ്ണിൽ വീഴും. ഈ ജലം എന്ത് ചെയ്യും? ആ ജലത്തിന്റെ ജലം സുഷിരങ്ങളിലേക്ക് ഇറങ്ങും, മണ്ണിലെ സുഷിരങ്ങളിലേക്ക് ഇറങ്ങും. അതെന്ത് ചെയ്യും? പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങുന്നു. ഓക്കെ, ഇനി ഭൂഗുരുത്വം മൂലം പാറയും മറ്റും അടങ്ങുന്ന ഭാഗം അടർന്നു വീഴുന്നു. അപ്പൊ എന്താണ്? ഭൂഗുരുത്വം മൂലം എന്താ ചെയ്യണേ? പാറയും അതുപോലെ തന്നെ മറ്റും അടങ്ങുന്ന, അതായത് ചെളി ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും ഈ പാറയുടെ കൂടെ. അപ്പൊ ഇതൊക്കെ എന്താണ്? അടർന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ എന്താണ്? ശക്തമായ ഉരുൾപൊട്ടൽ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ശക്തമായ ജലപ്രവാഹവും ഉണ്ടാകുന്നു. അതിന്റെ ബാക്കി ഞാൻ വായിച്ചില്ല, അത് ഞാൻ പറയാട്ടോ. മണ്ണിൽ സംഭരിക്കപ്പെട്ട ജലം ഇതേ തുടർന്ന് വൻ ചാലുകളായി ഒഴുകാൻ തുടങ്ങും. ഈ നീരൊഴുക്ക് മിക്കപ്പോഴും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവസാനിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ ഇത് സ്ഥിരം നീർച്ചാലായി മാറാറുണ്ട്. മലമ്പ്രദേശങ്ങളിലെ നീർച്ചാലുകളിൽ പലതും ഇങ്ങനെ രൂപം കൊള്ളുന്നവയാണ്. നീർച്ചാലുകളുടെ നിരന്തര അപരദനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന താഴ്വരകൾ കാലാന്തരത്തിൽ വലുതാകും. ഇത്തരത്തിൽ ഭൂപ്രദേശങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ ഭാഗമാണ് നീർച്ചാലുകളുടെ രൂപം കൊള്ളൽ എന്ന് ശാസ്ത്രലോകം കരുതുന്നു. അപ്പൊ എന്താണ്? ഇതിപ്പോ നമ്മുടെ ഉരുൾപൊട്ടലിന്റെ ഒരു ഇതാണ് പറഞ്ഞത്. നോക്കിയേ, ഈ ഒരു പ്രദേശത്ത് മഴ പെയ്തെന്ന് വിചാരിക്കാം. മഴ പെയ്തിട്ട് എന്താണ്? ഈ ചരിഞ്ഞൊരു പ്രദേശത്ത് ആ വെള്ളം മുഴുവൻ എന്താണ് വന്ന് ഇറങ്ങിയിട്ട് ആ മണ്ണിലെ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്യാണ്? അത് വ്യാപിക്കുകയാണ്. അപ്പൊ എന്താണ്? അതിന്റെ ഒരു പ്രഷർ മൂലം എന്താണ്? ആ മണ്ണിനുള്ളിലെ പാറകൾക്ക്, അല്ലെങ്കിൽ എന്താണ് ആ പാറകൾക്കിടയിലെ മണ്ണിന് എന്താണ്? ഒരു തെന്നി നീങ്ങാനായിട്ട് ഇടവരും. അപ്പൊ എന്താണ്? അത് മൊത്തത്തിൽ എന്താണ്? ആ പാറയും അതുപോലെ തന്നെ അതിലുള്ള ചെളിയും മണ്ണും വെള്ളവും കൂടി എന്താകും? താഴേക്ക് ഒലിച്ച് താഴെ വീഴും. ഇതെന്ത് ചെയ്യും? ജനവാസ കേന്ദ്രങ്ങളിൽ എന്തുണ്ടാക്കും? വ്യാപകമായ നാശം വിതയ്ക്കും. ഇതാണ് ഉരുൾപൊട്ടൽ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ?
മനസ്സിലായി. മനസ്സിലായല്ലേ? ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ നിങ്ങള്. കണ്ടോ, ഒരു 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ 50 വർഷം മുമ്പും. അപ്പോ പലപ്പോഴും പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളും ഉരുൾപൊട്ടലുകൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. 50 വർഷം കൊണ്ട് ഒരു പ്രദേശത്തിനുണ്ടായ മാറ്റങ്ങളാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നോക്കിയേ നിങ്ങൾ പിക്ചർ, എന്നിട്ട് പറഞ്ഞേ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന്. എന്തൊക്കെ മാറ്റമുണ്ടായി 50 വർഷം മുമ്പ് ഇപ്പോഴും? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ പിക്ചർ, അപ്പൊ മനസ്സിലാവും. വീടുകൾ അധികമായിട്ട് വന്നു. പ്രകൃതിയിലെ ആദ്യത്തില് മരങ്ങള് നിറയുണ്ടായിരുന്നു. പ്രകൃതിയിലെ മരങ്ങളൊന്നുമില്ല, പച്ചപ്പൊക്കെ പോയി. പിന്നെ വീടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആ അതെ. അപ്പൊ ഉരുൾപൊട്ടലിന് എന്താണ് ഈ ഒരു ഇത് കാരണമാവുന്നില്ലേ? ഇല്ലേ? മനുഷ്യന് വരുത്തിയ മാറ്റങ്ങളാണ് കാണുന്നത് കേട്ടോ. ആദ്യത്തേതിൽ 50 വർഷം മുമ്പ് ആ പിക്ചറിൽ എന്താണ്, കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണ്, ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടോ, പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ പിക്ചറിൽ എന്താണ്, ധാരാളം വീടുകളുണ്ട്, കൂടുതൽ വീടുകളുണ്ട്. പക്ഷെ എന്താണ്, മരങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല, പച്ചപ്പ് കാണാനായിട്ട് സാധിക്കില്ല. ഒരു വരണ്ട പോലത്തെ ഒരു പ്രദേശം പോലെയാണ് ആ ഒരു മേഖല കാണപ്പെടുന്നത്. അപ്പൊ അത് മനുഷ്യന് വരുത്തിയ മാറ്റമാണ്. ഇതുകൊണ്ട് തന്നെ എന്താണ്, ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ കാരണം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, അതുപോലെ തന്നെ എന്താണ്, വ്യവസായങ്ങൾ കുന്നിൻ ചെരുവിൽ, അതുപോലെ തന്നെ കൃഷികള് കുന്നിൻ ചെരുവിൽ നടത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കിയേ വനനശീകരണം, കുന്നിൻ ചെരുവുകളിൽ നാം നടത്തുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ എന്നിവ ചരിവുകളെ ദുർബലമാക്കുന്നവയാണ്. ഏതൊക്കെയാണ് കുന്നിൻ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ? അപ്പൊ എന്തൊക്കെയാണ് ഈ കുന്നിൻ പ്രദേശങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങള്? അതായത് കുന്നിന്റെ വശങ്ങൾ ഇടിച്ചു മണ്ണെടുക്കൽ, അതുപോലെ കുത്തനെ ചരിവുള്ള ഇടങ്ങളിൽ നിന്ന് മണ്ണിന് ഇളക്കം തട്ടുന്ന വിളകൾ കൃഷി ചെയ്യൽ, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ വീടുകളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്, മനുഷ്യന്റെ ഒരു അശാസ്ത്രീയമായ ഇടപെടലുകളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് വരും കേട്ടോ അടുത്ത ക്ലാസ്സില്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവാത്തോണ്ട് ചോദിച്ചാ ഇപ്പൊ ഇത്രയും എടുത്തതില് ഉണ്ടോ? അവസാനം പറഞ്ഞതൊന്നും കൂടി. അവസാനം പറഞ്ഞത് പറയാം. അതായത് ഈ കുന്നിൻ പ്രദേശങ്ങളിൽ നമ്മൾ 2 പിക്ചറും താരതമ്യം ചെയ്തല്ലേ. അപ്പൊ ആദ്യത്തെ, അതായത് 50 വർഷം മുമ്പ് ഉള്ള ഒരു എന്താ പറയാ, ഒരു കുന്നിൻ ചെരുവല്ല ഇപ്പൊ കണ്ട, അതായത് ആ പിക്ചറിൽ രണ്ടാമതായിട്ടുള്ള കുന്നിൻ ചെരുവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂലം എന്തുണ്ടാവുന്നുണ്ട്, അങ്ങനെ ഇതിങ്ങനെ, അത് മനുഷ്യൻ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. അപ്പോ കുന്നിൻ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യൻ നടത്തിയിട്ടുള്ളത് എന്നാണ് താഴെ 3 പോയിന്റ്സിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്ന്, കുന്നിന്റെ വശങ്ങൾ ഇടിച്ചു മണ്ണെടുക്കല്. കുന്നിന്റെ ആ ഒരു വശം ഉണ്ടല്ലോ, ചരിവുള്ള വശം ഉണ്ടല്ലോ, ആ വശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, ഇടിച്ചിട്ട് എന്ത് ചെയ്യും, കൂടുതൽ മണ്ണെടുക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കാണാറുണ്ട്. അതുകൂടാതെ കുത്തനെ ചരിവുള്ളിടങ്ങളിൽ മണ്ണിൽ ഇളക്കം തട്ടുന്ന വിളകള് കൃഷി ചെയ്യൽ. അതായത് ഇങ്ങനെ കുന്നിൻ അതായത് കുത്തനെ ചരിവുള്ള കുന്നിൻ പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ ആ മണ്ണിന് ഇളക്കം തട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യും, പല കൃഷികളും ചെയ്യും. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ മണ്ണ് ഇളകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് അങ്ങനെ നോക്കുമ്പോൾ കേട്ടോ. ഇനി ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ വീടുകളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത്. ഇനി എന്താണ്, ഈ ചരിവ് കൂടുതലായിട്ടുള്ള ഇടങ്ങളിൽ എന്താണ്, വീടുകള് നിർമ്മിക്കും. കണ്ടോ, നമ്മള് രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നുണ്ട്. നോക്കിയേ, ആദ്യത്തെ പിക്ചറില് നോക്കിയേ, വീടില്ല. ഈ ഒരു ചരിഞ്ഞ പ്രദേശത്ത് എന്തില്ല, വീടൊന്നും കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് മരങ്ങളും പച്ചപ്പും പുഴയൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ നോക്കിയേ, രണ്ടാമത്തെ വരുമ്പത്തേ നോക്കിയേ, ഏറ്റവും മുകളിൽ കൊണ്ട് വീട് വെച്ചേക്കാനുണ്ടോ? കണ്ടോ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. കണ്ടു. ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീടുകളും മറ്റും കെട്ടിടങ്ങളും നിർമ്മിക്കല് എന്താണ്, അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലാണ്. കണ്ടോ, ആ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് എന്തുണ്ടാക്കി അവര്, ധാരാളം വീടുകൾ ഉണ്ടാക്കി ആ ഒരു ചെരുവില്.
ഓക്കെ, ഇതൊക്കെ എന്താണ്? ശാസ്ത്രീയമായിട്ടുള്ള മനുഷ്യന്റെ ഇടപെടലുകളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് വരാം കേട്ടോ. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെ? പശ്ചിമഘട്ടാണോ? അതെ. പശ്ചിമഘട്ടം മഹാരാഷ്ട്ര വരെയാണുള്ളത് കേട്ടോ. മഹാരാഷ്ട്ര മുതൽ തമിഴ്നാട് വരെയാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. അല്ല കേട്ടോ, സോറി, ഗുജറാത്തിന്റെ വശം ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു മിനിറ്റ്. ഗുജറാത്ത് ഉണ്ട് കേട്ടോ. ഗുജറാത്ത് തുടങ്ങിയിട്ട് തമിഴ്നാട് വരെ 6 സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടോ? 6 സംസ്ഥാനങ്ങളിലൂടെയല്ലേ പശ്ചിമഘട്ടം കടന്നു പോകുന്നേ? ആർക്കും അറിയില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ അല്ലേ? ഏതൊക്കെ സംസ്ഥാനങ്ങള്? ഏതൊക്കെ സംസ്ഥാനങ്ങളാ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. അതെ കേട്ടോ. പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയോ? പ്രകൃതിക്ഷോഭങ്ങളോ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്നറിയപ്പെടുന്നു. നമ്മുടെ ജീവനും സ്വത്തിനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്കും അപകടം സൃഷ്ടിക്കുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളപ്പൊക്കം എന്താണ്? നമ്മുടെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കൊക്കെ അപകടമാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു പ്രകൃതിക്ഷോഭമാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മോക്ക് ടെസ്റ്റിന്റെ കാര്യം ചോദിച്ചിരുന്നോ? അതെ, മോക്ക് ടെസ്റ്റിന്റെ കാര്യം എന്താ പറഞ്ഞേ? കോഴ്സ് കഴിഞ്ഞവര് എന്തോ 6 മാസം എന്തോ കഴിഞ്ഞവരൊക്കെ ഉണ്ടോ ഇതിനകത്ത്? 6 മാസം കാലാവധി. 1 year ആയവര് വരെ ഉണ്ട് മിസ്സേ. 1 year. നിങ്ങട്ടോ, നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ ആളെ വിളിക്കാം. ആള് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. പോവല്ലേ കേട്ടോ. ആരും ഒരു റിപ്ലൈ തരുന്നില്ല. ഞങ്ങളിപ്പോ ഒരുപാടായി ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നു. 1 മിനിറ്റ് ഞാനൊന്ന് വിളിക്കാം, അവിടെ നിന്ന് വിളിക്കാം. നിങ്ങൾ പോവല്ലേ കേട്ടോ. അതെ, ഇതില് മോക്ക് ടെസ്റ്റ് ഇടാറുണ്ടല്ലോ. അത് പുതിയ സ്റ്റുഡൻസിന്, ഞങ്ങളൊക്കെ പഴയത്. അപ്പൊ ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല. കുറച്ച് പഴയ സ്റ്റുഡൻസ്. നമുക്കൊന്നും കിട്ടാറില്ല. എടുത്തിട്ടില്ല. സാറിനെയൊക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒരുപാടായിപ്പോ എല്ലാരും കോണ്ടാക്ട് ചെയ്യുന്നു. ക്ലാസ് റൂമിലെ 3 ഡിവിഷനിലെ സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ. ആ സ്ട്രീമിലാണ് ഈ മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ക്ലാസ് വർക്കിലും മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ സബ്ജക്ട്, ബയോളജി, മാത്സ്, അങ്ങനെ സബ്ജക്ട് വൈസിന്റെ താഴെ അതത് സബ്ജക്റ്റിന്റെ മോക്ക് ടെസ്റ്റും PDF-ഉം ക്ലാസ് വീഡിയോയും പിന്നെ ഓഡിയോയും ഇടുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്കിപ്പോ ഇതൊരു 6-7 മാസമായിട്ടുണ്ട് കിട്ടാതായിട്ട്. അതെയോ? ഒരു 7 മാസം കഴിഞ്ഞ ഓണത്തിന് മുന്നേ തുടങ്ങി കിട്ടാത്തത്. ഇതിൽ PSC എക്സാം എഴുതിയ ആരൊക്കെയുണ്ട്? ഞാനുണ്ട്. ഈ ക്വസ്റ്റ്യനൊക്കെ വന്നിരുന്നോ? ഓർമ്മയുണ്ടോ? ഏകദേശം എല്ലാം വരാറുണ്ട്. പക്ഷെ ഇങ്ങനെ വിശദീകരിച്ച് വന്നില്ലെങ്കിലും 1 word ആയിട്ട് എല്ലാം ഉണ്ടാവാറുണ്ട്. ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ്മെന്റ് ആണ് അധികം ഉണ്ടാവാറ്.
ഹലോ ഹലോ കേൾക്കുന്നുണ്ട് മാം. ആ എന്താണ് ഡൗട്ട്? ഞങ്ങൾക്കേ കുറച്ച് പേർക്ക് ഓൾഡ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ മോക്ക് ടെസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6-7 മാസമായിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ പുതിയ സ്റ്റുഡൻസിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളത് എന്താ ചെയ്യേണ്ടത്? ഓൾഡ് സ്റ്റുഡൻസിനാണ് കിട്ടാത്തത്. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതാണോ? 1 ഇയർ ഒക്കെ ആയവരുണ്ട്. ഇപ്പൊ ഞാനൊക്കെ 1 ഇയർ കഴിഞ്ഞായിരുന്നു. ആ അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കോഴ്സ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മാത്രം കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാ? അപ്പൊ മോക്ക് ടെസ്റ്റ് കിട്ടാനായിട്ട് എന്താ ചെയ്യണ്ടേ? ഏത് ക്ലാസ് ആയിരുന്നു നിങ്ങളുടെ? അതായത് കൊറേ ഉണ്ട്. ബാച്ച് എന്ന് പറയാം. PSC 17. ഒരുപാടുണ്ട്. ഒരുപാട് ക്ലാസ് PSC 45, PSC 3, 5. PSC 3, PSC 23. നിങ്ങളുടെ മിക്കതും കഴിഞ്ഞവരുണ്ട്. അതായത് അതെ എല്ലാവരും അതെ കുറച്ച് പേരുടെ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സുകള് സപ്ന മ്യൂട്ട് ചെയ്യൂ. അതെ നമ്മുടെ PSC 68 വരെയുള്ള ബാച്ചുകൾ കംപ്ലീറ്റഡ് ആണ്. അതായത് നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. ഓക്കെ മാം. അപ്പോ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എന്താ ചെയ്യേണ്ട അപ്പൊ? അപ്പൊ നമ്മുടെ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഓൺലൈൻ അപ്പൊ ഇനി വേണം നിങ്ങൾക്ക് പ്രീവിയസ് ഒക്കെ വേണോന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്ത് പുതിയ ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അതായത് പുതിയതായിട്ട് ഫീ ഒക്കെ അടയ്ക്കണമായിരിക്കും അല്ലേ? എന്തോ ഫീ ഒക്കെ നമ്മൾ ഇനി പുതിയതായിട്ട് അടയ്ക്കണമല്ലോ? അതെ. അതായത് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് ഡ്യൂറേഷൻ കഴിയണ വരെയുള്ള പ്രീവിയസുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രീവിയസ് വേണോന്നുണ്ടെങ്കിൽ പുതിയ ബാച്ചിൽ കയറേണ്ടി വരും. അതായത് ഇനി കാശ് എടുത്ത് പുതിയ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അല്ലേ ഇനി ഇപ്പുള്ള ക്ലാസ് ഇനി എത്ര നാളും കൂടെ ഉണ്ടാവും? ഇപ്പൊ കിട്ടണില്ലേ ഈ വീഡിയോ ക്ലാസ്? കുറെ ബാച്ചുകൾ ഉണ്ട്. 6 മാസം ഓൺലൈൻ ക്ലാസ് വരുന്നത് കഴിഞ്ഞിട്ട് കുറെ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ എത്ര നാളാണോ നിങ്ങൾക്ക് ഡ്യൂറേഷൻ ഓൺലൈൻ ക്ലാസ്സുകളുടെ പറഞ്ഞേക്കുന്നത് ആ ക്ലാസ് വരെയുള്ള ഡ്യൂറേഷൻ വരെ നമുക്ക് പ്രീവിയസ് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞാല് ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതല്ല ഇപ്പൊ ലൈവ് ക്ലാസ് ആണ് കിട്ടണത്. അതിനിപ്പോ എത്ര നാള് കിട്ടുന്ന ചോദിച്ചത്? അത് നിങ്ങൾക്ക് എത്രയാണ് ഡ്യൂറേഷൻ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 6 months. 6 months. അപ്പൊ അത്രയും 6 months നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളും മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പ്രീവിയസ് കട്ടാവും. അപ്പൊ ഇനി ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യണോ അല്ലെ? അതെ. ഇനി പ്രീവിയസ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രജിസ്റ്റർ ചെയ്താൽ മതി. അഡ്മിനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശാന്തി എന്ന് പറഞ്ഞ അഡ്മിൻ ആയിരുന്നു. മെസ്സേജ് അയച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞങ്ങളുടെ ടെക്നിക്കൽ ഹെഡിന്റെ നമ്പർ തരാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. ജയദേവ് സാറാണോ? ജയദേവ് അല്ല, സിൻരാജ് എന്ന് പറഞ്ഞിട്ടാണ് ടെക്നിക്കൽ ഹെഡിന്റെ. സാറിന് വിളിച്ചാല് കോള് കിട്ടാറില്ല. എനിക്കിപ്പോഴും വിളിച്ചാലേ. വേറെ നമ്പർ തരാം. 70. ഓക്കെ, കേൾക്കുന്നുണ്ടോ? മെസ്സേജ് എടുത്തേ. മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടാ. 1 2 7012 72 4175. മെസ്സേജ് ഇടുന്നുണ്ടേ നമ്പർ.
ഓക്കെ അല്ലേ? ഓക്കെ മിസ്. അപ്പൊ സാറിന് വിളിച്ചിട്ട് ക്യാഷ് നമ്മളിപ്പോ പേ ചെയ്യണം അല്ലേ? ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ സാർ ക്ലിയർ ചെയ്ത് തരും കേട്ടോ, ടെക്നിക്കൽ ആയിട്ടുള്ള. ഓക്കെ മാം. ഓക്കെ ഓക്കെ ശരി. കഴിഞ്ഞോ?